യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താ ജെറോമിന്റെ ശമ്പള വർധനവാണ് അടുത്ത വാർത്ത. ശമ്പളത്തിന് മുൻകാല പ്രാബല്യത്തോടുകൂടി നൽകും എന്നുള്ള പ്രധാനപ്പെട്ട വിവരം പുറത്തുവരും. സർക്കാർ തലത്തിൽ ആ തീരുമാനമായി കഴിഞ്ഞു. 2016 ചുമതല ഏറ്റെടുക്കുമ്പോൾ 50,000 രൂപയായിരുന്നു ചിന്തയ്ക്ക് ശമ്പളം. അത് 2018 1 ലക്ഷമാക്കി മാറ്റി. 2017 ശമ്പളത്തിനാണ് മുൻകാല പ്രാബല്യം നൽകുന്നത്. വി അരുൺ ചേരുന്നു. അരുൺ, ഏതാണ്ട് 6-6.5 ലക്ഷം രൂപ ചിന്തയ്ക്ക് കിട്ടത്തക്ക വിധത്തിലാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ വലിയ പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന്. ഈ തീരുമാനത്തിൽ സർക്കാർ തലത്തിലും എതിർപ്പുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ചിന്താ ജെറോം 2016 സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷയായി ചുമതല ഏൽക്കുന്നത്. 2016 ചുമതലയേൽക്കുമ്പോൾ 50,000 രൂപയായിരുന്നു ശമ്പളം. പിന്നീട് 2018 അത് ഇരട്ടിയാക്കി 1 ലക്ഷമായി വർദ്ധിപ്പിച്ചു. അതുമുതലാണ് പിന്നീട് ചിന്താ ജെറോം 2016 മുതൽ അധ്യക്ഷ ഏറ്റെടുക്കുമ്പോൾ മുതലുള്ള മാസം തൊട്ട് എല്ലാ മാസവും ഈ 1 ലക്ഷം രൂപയുടെ ഒരു ശമ്പളം വേണം, അതായത് മുൻകാല പ്രാബല്യം വേണം തന്റെ ശമ്പള വർധനയ്ക്ക് എന്ന ആവശ്യവുമായി വകുപ്പിനെയും അതുപോലെ തന്നെ ധനവകുപ്പിനെയും സമീപിച്ചത്. യുവരാജ്യ വകുപ്പിനെയും ധനവകുപ്പിനെയും സമീപിച്ചത് അനുകൂലമായിരുന്നില്ല ആദ്യഘട്ടത്തിൽ വകുപ്പുകളിൽ നിന്ന് പ്രതികരണം. പക്ഷേ ഒടുവിൽ കഴിഞ്ഞ ദിവസം ധനവകുപ്പ് ഇതിന് അനുമതി നൽകിയിരിക്കുന്നു. മുൻകാല പ്രാബല്യത്തോടെ നടക്കാം. ചിന്താ ജെറോം ചോദിച്ചത് 2 വർഷത്തോളം വരുന്ന 20-24 മാസത്തെ മുൻകാല പ്രാബല്യമാണ്. പക്ഷെ അത്രയും നൽകിയിട്ടില്ല. പകരം 12 മാസത്തെ ശമ്പളമാകും ഈ മുൻകാല പ്രാബല്യത്തോടെ നൽകുക. അങ്ങനെ വരുമ്പോൾ ഒരു മാസം 50,000 രൂപ വെച്ച് 6 ലക്ഷത്തോളം രൂപ ചിന്താ ജെറോമിന് അധികമായി ലഭിക്കും. അതായത് ജോലിക്ക് കയറുമ്പോൾ ഉള്ള ശമ്പളം സാധാരണ എല്ലാവർക്കും ജോലിക്ക് കയറുമ്പോൾ ശമ്പളം കിട്ടും. പിന്നീട് ശമ്പള വർധനയും ഉണ്ടാകും. ആ ശമ്പള വർധന ജോലി കയറിയ മാസം മുതൽ വേണമെന്ന അസാധാരണ ആവശ്യമാണ് ചിന്താ ജെറോം സർക്കാരിന് മുന്നിൽ വച്ചത്. അതിന്റെ പകുതി സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു. വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.